മലങ്കര സഭയിലെ മെത്രാപ്പൊലീത്ത തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ ഭരണ നടപടിയല്ല. സഭയുടെ ഭാവിയെ പതിറ്റാണ്ടുകളോളം സ്വാധീനിക്കുന്ന അതീവ ഗൗരവമുള്ള ആത്മീയവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമാണത്. അതിനാലാണ് സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ആ സമിതിയുടെ ലക്ഷ്യം ചിലരെ തിരഞ്ഞെടുക്കുകയല്ല, ഭരണഘടനാപരമായി യോഗ്യരായ എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേ മാനദണ്ഡത്തിൽ വിലയിരുത്തി സഭയ്ക്ക് വിശ്വാസ്യതയുള്ള ഒരു പ്രക്രിയ ഉറപ്പാക്കുകയാണ്. എന്നാൽ ഈ പ്രാവശ്യം ഉയർന്നുവന്ന നിരവധി ചോദ്യങ്ങൾ സഭാംഗങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ വിവരരേഖയിൽ പ്രായം, നിലവിലെ ചുമതല, ഭദ്രാസനം, സേവന ചരിത്രം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളിൽ പോലും തിരുത്തലുകൾ ആവശ്യമായി വന്നു. 11 അംഗങ്ങളുള്ള പരിചയസമ്പന്നരായ മെത്രാപ്പൊലീത്തമാരും സഭാ ഭാരവാഹികളും സെമിനാരി അധ്യാപകരും ഉൾപ്പെട്ട ഒരു സമിതിയിൽ നിന്നുള്ള രേഖയിൽ ഇത്തരം പിശകുകൾ വന്നത് സ്വാഭാവികമായും വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അതോടൊപ്പം സഭയിൽ വർഷങ്ങളായി വിവിധ ഭദ്രാസനങ്ങളിലും മിഷൻ മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന നിരവധി വൈദികരുള്ളപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സഭയുടെ സ്ഥാപനങ്ങളിലെയും സെമിനാരികളിലെയും നേതൃത്വ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യോഗ്യത, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവ ഒരേ മാനദണ്ഡത്തിൽ വിലയിരുത്തപ്പെടണം എന്ന പ്രതീക്ഷ വിശ്വാസികൾക്കുണ്ട്. സഭയുടെ വിശ്വാസ്യത നിലനിർത്താൻ അത് അനിവാര്യമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു ഔപചാരിക സംവിധാനം മാത്രമാകരുത്. സഭാ ഭരണഘടനയുടെ ആത്മാവ് സംരക്ഷിക്കുന്ന സ്വതന്ത്രവും വിശ്വാസ്യതയുള്ളതുമായ സംവിധാനമാകണം. മെത്രാപ്പൊലീത്ത തിരഞ്ഞെടുപ്പ് എന്നത് ഒരു സ്ഥാന നിയമനം മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് സഭ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്ന ചരിത്രപരമായ നിമിഷമാണ്. അതിനാൽ നടപടിക്രമങ്ങൾ പരമാവധി സുതാര്യവും കൃത്യവും വിശ്വാസ്യതയുള്ളതുമായിരിക്കണം. ചോദ്യങ്ങൾക്ക് ഇടവരാതെ എല്ലാ യോഗ്യർക്കും നീതിപൂർവമായ അവസരം ലഭിക്കുന്നുവെന്ന ഉറപ്പ് വിശ്വാസികൾക്ക് ലഭിക്കണം. സഭയുടെ ശക്തി വ്യക്തികളിലല്ല, സഭാ ഭരണഘടനയിലും വിശ്വാസികളുടെ വിശ്വാസത്തിലുമാണ്. ആ വിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് സഭയുടെ ഭാവിയും സുരക്ഷിതമാകുന്നത്.